അഭിമാനി വാരാന്ത പതിപ്പിലെ ലേഖന വിവാദത്തിൽ നിലപാട് ആവർത്തിച്ച് റെസിഡന്റ് എഡിറ്റർ എം സ്വരാജ്. മാധ്യമവാർത്തകൾ നിഷേധിച്ച സ്വരാജ് KR അജയനെതിരെ നടപടിയെടുത്തിട്ടില്ല എന്നും വ്യക്തമാക്കി. എം സ്വരാജിന്റെ നിലപാടിനെ പിന്തുണച്ച ലേഖകൻ രാജേഷ് സിന്ധുവും രംഗത്തെത്തിയതോടെ വിവാദം കെട്ടടങ്ങുകയാണ്. ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പത്രത്തിന്റെ ആഭ്യന്തര കാര്യമെന്നാണ് സ്വരാജിന്റെ വാദം. വാരാന്ത പതിപ്പിലേക്ക് 100 കണക്കിന് സൃഷ്ടികൾ വരും. ചിലത് പ്രസിദ്ധീകരിക്കും, ചിലത് മാറ്റിവെക്കും. കള്ളൻ വിജയൻ എന്ന ലേഖനം അച്ചടിക്കാൻ തീരുമാനിച്ചു എന്ന വാർത്ത തന്നെ തെറ്റാണെന്ന് സ്വരാജ്. പത്രം അച്ചടിച്ച് വിതരണം ചെയ്തില്ല എന്ന് പറയുന്നത് തെറ്റ്. ഞങ്ങൾ അച്ചടിച്ചിട്ടില്ല. 2 VSന്റെ അനുസ്മരണം ഒഴിവാക്കി എന്ന ആരോപണം തെറ്റ്. അങ്ങനെയൊന്നും ആരും ചിന്തിച്ചിട്ടേയില്ല. 3 ഈ പറയപ്പെട്ട ലേഖനം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായതെന്ന് അതും പൂർണ്ണമായി തെറ്റ്. KR അജയനെതിരെ നടപടിയെടുത്തുവെന്ന വാർത്തയും സ്വരാജ് നിഷേധിക്കുന്നു. ഇനി നടപടിയെടുത്താൽ മറ്റ് സ്ഥാപനങ്ങൾക്ക് എന്താണ് കാര്യമെന്ന് മറുചോദ്യം. വാരാന്ത പതിപ്പിന്റെ ഇപ്പോഴത്തെ ചുമതല ആർക്കാണെന്ന ചോദ്യത്തിന് അത് ദേശാഭിമാനിയുടെ ആഭ്യന്തര കാര്യമെന്ന് മറുപടി. ഇപ്പോൾ ഞങ്ങൾ ദേശാഭിമാനിയിൽ ആരുടെ പേരിലും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇത് ഞാൻ ദേശാഭിമാനിയുടെ സൗമനസ്യം കൊണ്ട് പറയുന്നതാണ്. ഞാൻ ചോദിച്ചാൽ നിങ്ങളോ, നിങ്ങൾ ചോദിച്ചാൽ ഞാനോ മാധ്യമം എന്ന നിലയിൽ പറയാൻ ഉത്തരവാദിത്തമുള്ള കാര്യമല്ല. ക്ലാരിറ്റി ആയോ? അതേസമയം സ്വരാജിനെ തള്ളാതെ കള്ളൻ വിജയൻ ലേഖകൻ TC രാജേഷും രംഗത്തെത്തി. ഉള്ളടക്കം സംബന്ധിച്ച് അവസാന തീർപ്പ് പത്രാധിപ സമിതിക്കാണെന്നും പ്രസിദ്ധീകരിക്കപ്പെടണമെന്ന് നിർബന്ധമില്ലെന്നും രാജേഷ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. ഇതോടെ വിവാദത്തിന്റെ കനൽ കെടുന്ന സ്ഥിതിയാണ്. എന്നാൽ ദേശാഭിമാനിയിലെ ലേഖന വിവാദത്തിൽ പാർട്ടിയിലും കടുത്ത അമർഷമുണ്ട്. ഇന്ന് ആരംഭിച്ച CPIM സംസ്ഥാന നേതൃയോഗങ്ങളിലും വിവാദം സംബന്ധിച്ച് ദേശാഭിമാനിയുടെ ചുമതലയുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M സ്വരാജും പുത്തലത്ത് ദിനേശനും വിശദീകരണം നൽകേണ്ടിവരും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.